സർവേശ്വരനായ എൻ്റെ ഗുരുവിനെ പ്രാർത്ഥിച്ചുകൊണ്ടും ശിശുവതയെ നമിച്ചുകൊണ്ടും വേദിയിരിക്കാൻ ദാമോരേട്ടൻ, തങ്കമ്മ, ഡോക്ടർ മുരളി സാർ, പ്രേമേട്ടൻ, മറ്റ് ആത്മബന്ധുക്കൾ, നമ്മളെപ്പോഴും ഒരു സത്സംഗത്തിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൂടുമ്പോഴെല്ലാം ഇതുപോലെ ഉത്തമമായ ആൾക്കാരെയെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുക. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു തന്നെ പറയാറുണ്ട്, എടാ ഇത് ഈ പരമ്പരയുടെ ആദ്യകാലത്ത് പ്രവർത്തിച്ചിരിക്കുന്ന പലവരെയും നമുക്ക് ഓർക്കണം. കാരണം അന്ന് ഇന്ന് കാണുന്ന വലിപ്പമൊന്നും ആശ്രമത്തിനുണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞതുപോലത്തുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് അവരെ ഗുരുവിനെ വിശ്വാസത്തിൽ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് ദാമോരേട്ടനൊക്കെ എന്ന് പറയുമ്പോൾ അന്ന് കണ്ണൂരിൽ വിരലിലെണ്ണാവുന്ന കുടുംബങ്ങളിൽ കുഞ്ഞിക്കണ്ണൻ സാറ്, നമ്മുടെ പരിപൂർണ സ്വാമിയുടെ കുടുംബം, നാണുമാഷ്, ദാമോരേട്ടൻ, ഇങ്ങനെ കുറയുന്ന വിരലുകൊണ്ട് എണ്ണാൻ പറ്റുന്ന രീതിയിലുള്ള കുടുംബങ്ങളുള്ള കാലത്ത് ഗുരുവിനെ മുറുക്ക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബങ്ങൾ. ഞാനിവിടെ ഇപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഏകദേശം 298 കുടുംബത്തിലേക്ക് ഞാൻ വിസിറ്റ് ചെയ്ത്. അതിൽ ഞാൻ പ്രജീഷിനോടും നമ്മുടെ ഡോക്ടർ മുരളി സാറോട് ഞാൻ പറഞ്ഞു, ഒരു 150 കുടുംബം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം അവരുടെ മക്കൾക്ക് ഇത് മനസ്സിലാവുന്നില്ല. പലതും ചിലവരെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോകുന്നു പാവങ്ങൾ. ഒന്നില്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവൻ്റെ വാസന കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മക്കൾ മുമ്പ് ഇവിടെ ഒരാൾ ചോദ്യം ചോദിച്ചതിൻ്റെ പ്രശ്നം കാരണം, തുടല പോലെ വരുന്ന പ്രശ്നങ്ങൾ കാരണം ചിലവരൊക്കെ ചവിട്ടിപ്പിടുത്തൊക്കെ ആശ്രമത്തിൽ നിന്ന് മാറുക. കുട്ടികൾക്കത് പ്രത്യേകിച്ച് ഗുരുമഹിമയോ ശാന്തിമഹിമയൊക്കെ ആയാലും ഈ ആശയത്തിൻ്റെ വലിപ്പത്തിലെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവിടെ വിജയിച്ച കുറച്ച് കുടുംബത്തിൽ എടുക്കുകയാണെങ്കിൽ 1, 2, 3 പേര്, നമ്മുടെ രാമകൃഷ്ണനാണ് അതാ ഇരിക്കുന്ന, ആരും അറിയാത്ത പോലെ ഇദ്ദേഹമൊക്കെ അതിൽ വിജയിച്ചവരാണ്. മക്കളെ ആ ധർമ്മത്തിൽ പിടിച്ചുകൊണ്ടുപോയി ആ ധർമ്മത്തിൽ തന്നെ കൊണ്ടുപോകുന്ന ഒരു കർമ്മത്തിൽ നമ്മുടെ ദാമോരേട്ടൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഉത്തമ മാതൃകയാണ്. അവിടെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ആ ധൈര്യത്തിലാണ് അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഏത് കാര്യവും തുറന്നു പറയാനുള്ള ധൈര്യം. ആ ഗുരുവിനോടുള്ള സ്നേഹം അങ്ങനെയാണെങ്കിൽ അതിലൊരു വിട്ടുവീഴ്ചയും അദ്ദേഹം തയ്യാറല്ല. അതെവിടെ ഇവിടെ നിന്നല്ല, ഞാൻ പണ്ട് മുതൽക്കേ കാണുന്ന കാലത്ത് മുതൽ അത് അദ്ദേഹം പറഞ്ഞതാണ് ശരി. ആരാണോ മുഖത്ത് നോക്കി സത്യം പറയുന്നത് അവനാണ് യഥാർത്ഥ വിശ്വാസി എന്നാണ് ഗുരുവും പണ്ടും പറയാറ്. അല്ലാതെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് എണീക്കണല്ലോ ഇവന് വേറെ പണിയൊന്നുമില്ല മറ്റേ നമ്മളെ എണീക്കുന്നവർ. അവരോട് ഞാൻ പറയാറുണ്ട് എപ്പോഴും. ഞാനിങ്ങനെ തിരുവനന്തപുരത്തൊക്കെ പല സമയത്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ പല ഡിപ്പാർട്ട്മെൻറ്റിലും മുമ്പ് ഇങ്ങനെയൊക്കെ എണീക്കാൻ വിഷമമുള്ളവരടുത്തൊക്കെ ഞാൻ പറയും, ഒന്ന് മാനിച്ചാൽ മതി. അത് എന്നെയല്ല, പ്രസ്ഥാനത്തിൻ്റെ പ്രോട്ടോക്കോളിൽ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തു പഠിച്ചാൽ മതി പറയും. പക്ഷെ ദാമോരനെ പോലത്തെ ആൾക്കാരങ്ങനെ അവരാ സത്യസന്ധത എപ്പോഴും സൂക്ഷിക്കും. അങ്ങനെ കുറച്ച് പേരിൽ കുറേ ഉള്ള ആൾക്കാരിൽ ഒരാളാണ് ദാമോരേട്ടനെ പോലത്തെ ആൾക്കാർ. അങ്ങനെ കുറച്ച് 2-3 പേരൊക്കെ എനിക്ക് പേരെടുത്ത് പറയാം, പല സ്ഥലത്തുണ്ട്. പക്ഷെ അവർക്ക് ചിലവർക്കൊന്നും ആ ജീവിതത്തിൽ മക്കളെ ആ ധർമ്മത്തിലെത്തിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയെല്ലാം ചിലവരൊക്കെ അവരുടെ ആ സ്റ്റാറ്റസൊക്കെ നോക്കിയിട്ട് അവർക്ക് മക്കളെ ആ ധർമ്മത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കാനോ ആ മഹിമയിൽ മക്കളെ കൊണ്ടെത്തിക്കാനോ സാധിച്ചിട്ടില്ല. ഞാനത് കോഴിക്കോടും പലപ്പോഴും സംസാരിക്കും. ഞാൻ ആ കാര്യങ്ങൾ പലവരോടും പറയാറുണ്ട്. അതൊരു ഭാഗ്യമാണെന്ന് പറയും. ഗുരു പറയാറുണ്ട്, എടാ അത് ഒരു മുൻജന്മ ഭാഗ്യമാണ്. ഗുരുവുമായിട്ടൊരു ജന്മാന്തര ഭാഗ്യമുള്ളവർ ആ കർമ്മത്തെ പൂർത്തീകരിച്ചെടുക്കുന്ന കർമ്മം വരുമ്പോൾ അതിൽ ഉറയ്ക്കണം. അത് സാധിക്കുന്നതാണ് ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ഏറ്റവും വലിയൊരു മഹിമ. അങ്ങനെ ചെയ്യുന്ന
കുറച്ച് കുടുംബം നമ്മുടെ ഇടയിലുണ്ട്. ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ചില കല്യാണങ്ങളൊക്കെ പുറത്തു പോയി നടത്താൻ പോകുമ്പോൾ, ഇവിടെയും ഞാൻ നടത്തി, ദാമോദരൻ എന്നെ അന്ന് കുറച്ച് ചീത്ത പറഞ്ഞു, അവിടെ പോയി സ്വാമി എന്തിനാ നിൽക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. അതൊരു ഞാൻ ഒന്നിച്ചാൽ ഞങ്ങൾ ആഹാരം കഴിച്ചത് ആ കല്യാണം. അതേപോലെ ഒരു കല്യാണം ഞാൻ കോഴിക്കോട് നടത്തേണ്ടി വന്നു. ഞാൻ അവരോടൊക്കെ പറഞ്ഞത്, പക്ഷേ ആ കല്യാണത്തിൽ എന്താ പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കല്യാണം ഗുരുവാണ് നടത്തുന്നത്. ആ അച്ഛനും അമ്മയുടെയും കല്യാണം ഗുരുവാണ് നടത്തിയത്. അവർക്ക് ജനിച്ച കുട്ടി ഡോക്ടറാണ്. അവരുടെ കല്യാണം പക്ഷേ വേറെ രീതിയായി. അപ്പം അത് നടത്താൻ എന്നോട് ഗുരു പറഞ്ഞു. ഞാൻ പോയിരുന്നു. ഞാൻ അവരോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, ടക്ക് ഓഫ് ഫോർ ഉണ്ടാക്കരുത്. നമ്മളെങ്ങടും വലിക്കും, അവരങ്ങടും വലിക്കും. നമ്മളിങ്ങട് വലിക്കും, അവരൊന്നും ചെയ്യരുത്. അത് പറഞ്ഞ് ഏകദേശമൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം എനിക്കൊരു എൻ്റെ വേറൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇതുപോലെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ ഇവിടെയുള്ള സമയത്ത്, കല്ലാറുള്ള സമയത്ത് ഒരു അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നു. ചെക്കൻ്റെ വീട്ടുകാർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. സ്വാമിയൊന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങനെ ശാന്തിഗിരിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അവർ സമ്മതിച്ചിട്ടുണ്ട്. അവർ വരാ പറഞ്ഞിട്ട് സ്വാമി ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ സംസാരിച്ചു. അത് പ്രശ്നമായി. നമ്മുടെ രീതികളെല്ലാം പറഞ്ഞു. ആശ്രമത്തിൻ്റെ രീതികൾ പ്രകാരമുള്ള ചിട്ട പറഞ്ഞപ്പോൾ അവിടുത്തെ വയസ്സായ നമ്മുടെ രാജനെ പോലത്തെ ഒരാൾ എണീച്ചിട്ട് പറയും, ഇതെന്താ അത് നിരീശ്വരവാദികളുടെ ആശ്രമം, ഇതെന്താ ആശ്രമമാണ്, ഇങ്ങനത്തെ ഒരു കുട്ടി എൻ്റെ വീട്ടിൽ കയറ്റി കഴിഞ്ഞാൽ എന്തിനു കൊള്ളും, നിനക്ക് വേറെ എവിടെ നിന്നും പെണ്ണ് കിട്ടിയില്ലടാ എന്നൊക്കെ ചോദിച്ച് ഊക്കം ബഹളായി. ഞാനപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പോഴാണ് അവർ ഈ തട്ടിക്കൂട്ട് പറച്ചിലാണ്. ആശ്രമം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്താ, യോഗ ചെയ്യാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഭാഗവതം പഠിക്കാനുള്ള സ്ഥലം, ഭഗവത്ഗീത പഠിക്കാനുള്ള സ്ഥലം എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഇത് ഘടകവിരുദ്ധമാണെന്ന് തോന്നിയപ്പോൾ അവർ പോയി. അപ്പോൾ ആ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ കോഴിക്കോടിൽ ഒന്നും മിണ്ടാൻ പോയില്ല. നീ ഇതും കൂടി മുടങ്ങണ്ട, രണ്ടുപേരും ഡോക്ടർമാരാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു ശ്രീനാരായണ ഗുരുവിൻ്റെ എന്തോ ഒരു കല്യാണ മണ്ഡപത്തിലാണ്. അവിടെ പോയി നമ്മൾ ആദ്യം ഒപ്പിട്ട് കൊടുക്കണം, ഈ കല്യാണത്തിന് സകല ഉത്തരവാദിത്വം നമ്മളാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മാലയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ സങ്കല്പിച്ചിട്ട് ഈ താലി എടുക്കുമ്പോൾ താലി വരുന്നേ ഉള്ളൂ പറഞ്ഞു. എന്താ താലി എവിടെയാ? ഗുരുവായൂരിന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ കൊണ്ടുവന്നു, അതെടുത്തു, താലിയൊക്കെ നോക്കി. അതിൽ കുറച്ച് ചന്ദനമൊക്കെ ഉണ്ട്, ഞാൻ കൊടുത്തു. എന്ത് ചെയ്യുക, നമ്മളവിടെ ടക്കോഫറിനൊന്നും നിന്നില്ല. അവസാനം ഞാൻ അടുത്ത് പെൺകുട്ടിക്ക് കൊടുക്കാനുള്ള മാല എടുത്തപ്പോൾ ഉണ്ട് തുളസിമാല വരും. അപ്പോൾ ഞാനൊന്നും മിണ്ടില്ല. കാരണം എന്താ, ഇനി അവിടെ ഒരു സ്റ്റേജിലൊരു ടക്ക് ഓഫർ വരില്ല, ഇവിടുന്ന് ഷൂ ഷൂ എന്നൊക്കെ ശബ്ദം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്നും മിണ്ടില്ല, അതെടുത്ത് കൊടുക്കാം. അപ്പം അങ്ങനെയൊക്കെ ആ കർമ്മത്തിൽ ജനിച്ച കുട്ടിക്ക് പോലും അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു ഗതികേട് ഉള്ളവിടെയാണ് ദാമോദരനെ പോലത്തെ ആൾക്കാർ, രാമകൃഷ്ണനെ പോലത്തെ ആൾക്കാർ, പ്രേമേട്ടനെ പോലത്തെ ആൾക്കാരൊക്കെ മക്കളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ അത് എൻ്റെ പരമ്പരയിലേ നടക്കുള്ളൂ, അതിൽ ഒരു സ്റ്റാറ്റസ് ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നു. കാരണം അവൻ ചോദിച്ച ചോദ്യമാണ് എൻ്റെ കാരണം. പക്ഷേ അത് സ്മൂത്താണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ഈ വസ്ത്രം പോലെ തന്നെയാണ് ഗുരു പറയേണ്ടത്. ഈ വസ്ത്രം തരുമ്പോൾ ഞങ്ങളോട് പറയാറുണ്ട്. ഇപ്പോൾ മനോജ് മാത്രം ഇവിടെ ഒരു ചെടി നടുന്നുണ്ട്. അതിന് അദ്ദേഹം എടുക്കുന്ന ടെൻഷൻ എത്രയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാവും. എന്നതുപോലെ തന്നെയാണ് ഒരു സന്യാസിയുടെ കാര്യം. തത്തുല്യമാണ് ഒരു താലി കഴുത്തിൽ കയറുന്നത്. ഒരു ഗൃഹസ്ഥാശ്രമി ആ കർമ്മം പൂർത്തീകരിക്കുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്ന ഗുരു പണ്ടേ പറഞ്ഞിട്ട്, ചെറുതല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ പല രീതിയിലുള്ള ഫ്രിക്ഷൻസ് വരും. അവിടെയെല്ലാം നമ്മൾ ഗുരുവിനെ പിടിച്ചുകൊണ്ട് പതുക്കെ 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 കിടക്കണം. എന്തിനു വേണ്ടിയിട്ട്? എന്നോടൊരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. ശാന്തിഗിരിയിലെ ഒരു നല്ല ഗുരുവിൻ്റെ ധർമ്മത്തിൽ ജനിച്ചൊരു കുട്ടി എന്നോട് ചോദിച്ചു, സ്വാമി, ഞാൻ ശാന്തിഗിരിയിൽ നിന്ന് കല്യാണം കഴിച്ചാൽ എനിക്ക് ഉണ്ടാകുന്ന ഗുണം എന്താ? ഇവിടെ നിന്ന് കല്യാണം കഴിച്ചവർ ഡൈവേഴ്സ് ആവുന്നു, വീട്ടിലെ പ്രശ്നങ്ങളാണ്.
പുറത്തുനിന്ന് കല്യാണം കഴിച്ചവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാലും അവിടെ ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ലോകത്തിന് ഉതകുന്ന ഒരു സന്തതി നിനക്ക് ജനിക്കണോ? വേണം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ എവിടെ കല്യാണം കഴിക്കണം? ശാന്തിഗിരിയിൽ ഗുരു പറയുന്ന രീതിയിൽ നിന്റെ തലമുറയുടെ ജാതിയുടെയോ മതത്തിൻ്റെയോ കർമ്മമല്ലാത്ത ശുദ്ധമായ ഒരു ജീവൻ ജനിച്ചു വരണമെങ്കിൽ എവിടെ പറ്റൂ? ജാതിയും മതവും സ്റ്റാറ്റസും വിദ്യാഭ്യാസവും മുടിയുടെ നീളവും കറുപ്പും വെളുപ്പും നോക്കാതെ ഗുരു പറയുന്നത് പോലെ നീ കല്യാണം കഴിക്കും. അങ്ങനെയുള്ളവിടെ ഗുരുവിൻ്റെ ധർമ്മം നടപ്പിലാവും. എന്നിട്ട് ഞാൻ ആ കുട്ടിക്കൊരു ഉദാഹരണം കൂടി പറഞ്ഞു കൊടുക്കും. ജാതകത്തിൻ്റെ, നിങ്ങളുടെ വീട്ടിലൊക്കെ ഞാൻ വന്ന് പറഞ്ഞപ്പോൾ ഉള്ള ജാതകത്തിൻ്റെ കാര്യവും പറഞ്ഞു കൊടുക്കും. നമ്മളെല്ലാം എന്ത് നോക്കിയിട്ടേ കല്യാണം കഴിക്കുള്ളൂ? 8 പൊരുത്തമാണ്. എന്താ അതിൻ്റെ അർത്ഥം? 4 ദോഷമുള്ള സ്ത്രീയും 4 ദോഷമുള്ള പുരുഷനും കൂടി ചേർന്ന് 8 ദോഷമുള്ള മക്കളെ ജനിപ്പിക്കുന്ന കർമ്മഗതി നമ്മുടെ ഇടയിൽ ബ്രാഹ്മണൻ കൊണ്ടുവന്നുള്ള ഗതികേട് പറഞ്ഞു. എന്നിട്ട് ഒരിക്കൽ ഗുരു പറയുന്ന ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞു. അത് പാലക്കാട് വെച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യം. ഗുരു ഇങ്ങനെ കൈ ചുരുട്ടിയിട്ടാണ് പറയുന്നത്. ഒരു കല്യാണത്തിൻ്റെ കാര്യം ഒരു ജാതി പറഞ്ഞിട്ടും അവർക്കിങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, പറ്റുന്ന ഒരു പ്രത്യേക അവസ്ഥയിൽ കിട്ടുന്ന ഒരു കിടന്ന് കുരുങ്ങുന്നു. ഗുരു പറഞ്ഞു, കണ്ടോടാ, എൻ്റെ വാക്കനുസരിച്ച് ഒന്നും നോക്കാതെ കല്യാണം കഴിക്കുന്നവൻ്റെ 3-ാം തലമുറ, എത്രാം തലമുറ എന്ന് പറഞ്ഞാൽ 3-ാം തലമുറ നിൻ്റെയൊക്കെ മക്കൾ എച്ചിൽ പാത്രം കഴുകാൻ വരൂടാ, കണ്ടോ? ഇത് ഗുരു പറഞ്ഞ വാക്കാണ്, ഞാൻ കേട്ടിട്ടില്ല നേരിട്ട്. ആ ദേഷ്യത്തില മുഖമൊക്കെ ചുവന്നിട്ടാണ് ഗുരു പറഞ്ഞത്. അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ എവിടെ ചെയ്യുന്ന പറഞ്ഞു? സൂക്ഷ്മത്തിൽ ഞാൻ ചെയ്തു വയ്ക്കും. ഞാനറിയാതെ ഒരുത്തിനും എവിടെ വരില്ല, വരില്ല. അപ്പൊ ആ ഒരു കർമ്മത്തിന്റെ മഹിമയിലുള്ള ജീവിക്കുന്ന ഗൃഹസ്ഥാശ്രമികളുടെ കർമ്മത്തിൽ നിൽക്കുന്ന എത്രയോ പേര് ഇവിടെയുണ്ട്. ഇതായിരിക്കുന്ന അമ്മയൊക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ. അപ്പൊ ഇതേപോലത്തെ ഒരു ധർമ്മം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കണം. ഞാൻ അധികം നീണ്ടിക്കൊണ്ടുപോകുന്നില്ല, സമയം 2:30 തുടങ്ങി. പലവരും വൻകൂടലും ചെറുകൂടലും തമ്മിലുള്ള പ്രശ്നത്തിലാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇന്ന് പറയാമെന്ന് പറഞ്ഞിട്ടുള്ള മാസപ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, പ്രാർത്ഥനയുടെ അർത്ഥം പറഞ്ഞു തന്നു. ഓർമ്മയുണ്ടോ? എന്താണ് പ്രാണതാത്ര അർത്ഥ പ്രാർത്ഥന? പ്രാണന് അർത്ഥം കിട്ടാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രാർത്ഥന. പ്രാണന്റെ ആഹാരമാണ് പ്രാർത്ഥന. പ്രാർത്ഥന എപ്പോഴും നീട്ടിയിട്ടും കുറുക്കിയിട്ടും ചൊല്ലരുത്. എങ്ങനെ ഗുരു പറഞ്ഞത്? മിതത്തിൽ ചൊല്ലിപ്പോ. ഇവിടെ പലവരും ചൊല്ലുന്നവരുണ്ട്, കുറുക്കി ചൊല്ലുന്നവരുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചൊല്ലണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നമ്മൾ പല മാസങ്ങളായി ചർച്ചയിലാണ്. അതുപോലെ വീട്ടിൽ എങ്ങനെ ചൊല്ലണം എന്നാ പറഞ്ഞ? പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ അതുപോലും നിങ്ങളുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരണം. ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കും. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ഗുരു പറഞ്ഞത് ഓർമ്മയുണ്ടോ? എല്ലാവരോടെ ഇതും തലയാട്ടുണ്ട്, എന്തൊക്കെയോ ഉണ്ട്, മറന്നുപോയി. അത് പായസം കുടിക്കാതിരുന്നാണ്. എന്താണ് അതിൻ്റെ കാരണം പറഞ്ഞു ഗുരു? 5 അബദ്ധങ്ങളിൽ വന്നിട്ടുള്ള 2 പേര് ചേർന്ന് വരുമ്പോൾ അവർക്കൊരിക്കലും ഒരുമിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഒരുമയില്ലാത്തതിൻ്റെ കാരണം അതാണെന്ന ഗുരു പറഞ്ഞു. ഞാൻ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളും ഭാര്യയും കൂടി സംസാരിച്ചാൽ എത്ര നേരം സംസാരിക്കാൻ പറ്റും? മനോജ് മാത്രം ഭാര്യയും കൂടി എത്ര നേരം സംസാരിക്കാൻ പറ്റും? ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വിയോജിപ്പുകൾ തുടങ്ങും. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികളും കൂടി ഉണ്ടെങ്കിലോ വിയോജിപ്പുകൾ കൂടും. കാരണം ഗുരു പറഞ്ഞത്, ഇങ്ങനെ രാശിയിൽ നിൽക്കുന്നവർ, വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നവർ വിവാഹകരാകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണെന്ന് അവർ. അതിനൊറ്റ വഴിയുള്ളൂന്ന് ഗുരു പറഞ്ഞു. എന്ത് ചെയ്യണം? ഇതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒന്നിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇതേപോലെയാണ് ഗുരു പറഞ്ഞത്, ഓരോ ദേശത്തിനും, ഇപ്പോൾ രാജേട്ടനെ കുറിച്ച് വിശദമായി പറഞ്ഞു, ഓരോ ദേശത്തിനും അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ട്. ഓരോ ദേശത്തിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ കാരണം അതിൻ്റെ സൂക്ഷ്മഭാവത്തിൽ നിൽക്കുന്ന പല മഹത്തുക്കളുടെയും കർമ്മമാണ്. അതുകൊണ്ട് 1997 ഒരു കുംഭമേള കഴിഞ്ഞപ്പോൾ
ആ മഴയത്ത് ഗുരു വന്ന് നമ്മളോട് പറഞ്ഞു, എന്താ പറഞ്ഞു? നമുക്കൊന്ന് കന്യാകുമാരി വരെ പോകണം, അടുത്ത ദിവസം തന്നെ പോകണം, നിങ്ങളെല്ലാവരും വരണം. എൻ്റെ കൂടെ വന്നിരുന്ന ഒരു കുട്ടിയുടെ അനുഭവത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഒരു വശം അതിലുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണമെന്ന് പറഞ്ഞു. അന്ന് ദാമോദരേട്ടനൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ, കന്യാകുമാരിക്ക് പോയത്. അന്ന് നമ്മൾ കുംഭമേള കഴിഞ്ഞ് തിരിച്ചു വന്നു, വീട്ടിലൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് റെഡിയാക്കി. അടുത്ത നിമിഷം തന്നെ നമ്മുടെ സൈറ്റ്, ഞാനൊക്കെ നമ്മുടെ സൈറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ഒരാളെ ഏൽപ്പിച്ച്, പൈസയൊക്കെ ഏൽപ്പിച്ച് നമ്മൾ ഒരു വണ്ടി എടുത്ത് പോയി നമ്മൾ ഗുരുവിൻ്റെ കൂടെ യാത്ര ചെയ്തു. ആഹാരമൊന്നും കിട്ടിയില്ല, പുറത്തുനിന്നൊന്നും കഴിക്കരുത്, ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഗുരു പറഞ്ഞു തന്നൊരു സങ്കല്പമുണ്ട്, ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്കെല്ലാം പ്രിൻ്റ് ചെയ്തിട്ടാണ് തന്നു, രാജേട്ടനുണ്ടായിരുന്നു തന്നു, ഒരു പ്രിൻ്റ് ചെയ്ത് കൈ തന്നു. അതെല്ലാം ഇവിടുന്ന് തിരുവനന്തപുരം മുതൽ അങ്ങ് കന്യാകുമാരി എത്തുന്നവരെ സങ്കല്പിച്ചുകൊണ്ടേയിരിക്കണം പറഞ്ഞു. പരസ്പരം സംസാരിക്കുകയും ചെയ്യരുത് പറഞ്ഞു. അത് ഇന്നോളം വന്നുള്ള സകല മഹാത്മാക്കളുടെയും മോചനത്തിന് വേണ്ടി, സർവകർമ്മ നിവാരണത്തിന് വേണ്ടി, ധർമ്മ പൂർത്തീകരണത്തിന് വേണ്ടി എന്താണോ ബ്രഹ്മനിശ്ചയം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് മംഗളമാകണേ എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ കന്യാകുമാരി പോയി. ഇന്ന് നമ്മൾ കന്യാകുമാരി കാണുന്ന ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു സ്റ്റേജ് കെട്ടി അവിടെ സ്വാതികേനി കണ്ടിട്ടുള്ള ഒരു അനുഭവം. ഈ വിവേകാനന്ദ സ്വാമിയൊക്കെ അവിടെ വന്ന് ഇറങ്ങിപ്പോകുന്ന തൊട്ട് ഈ മഹത്തുക്കളുടെ എല്ലാ കർമ്മത്തിൻ്റെയും ഒരു വശം, ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കർമ്മഗതി ഗുരു സങ്കല്പം കൊണ്ട് മാറ്റുക. എന്നിട്ട് തിരിച്ചു വന്നു. നമ്മളെല്ലാവരും തിരിച്ചു വരുമ്പോൾ അതേപോലെയാണ് 2 ദിവസം കഴിഞ്ഞ്. എന്നിട്ട് ഗുരു നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇനി നമ്മൾ പ്രാർത്ഥന നിർത്തരുത്, ഓരോ ജില്ലയിൽ നിന്നും ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിക്കണം. 1-ാം തീയതി അത് പ്രാർത്ഥന തുടങ്ങിയത് എറണാകുളമാണ്, 2-ാം തീയതി അത് കോഴിക്കോടുകാരെടുത്തു, 3-ാം തീയതി പാലക്കാടാണ്. അങ്ങനെ കണ്ണൂരിന് കിട്ടിയത് 9-ാം തീയതിയാണ് തോന്നുന്നു അല്ലേ, 10-ാം തീയതിയാണ് കണ്ണൂരുകാർ പ്രാർത്ഥിച്ചത്. 10-ന് അവിടെ പ്രാർത്ഥനയ്ക്ക് രാവിലെ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞത് ഈ സങ്കല്പം നിങ്ങൾ വിടരുത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞത്, ഈ കണ്ണൂരിൽ ഇപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ഈ ആരാധന കൊണ്ടും അതിൻ്റെതായ കാര്യങ്ങൾ കൊണ്ടും ഈ അന്തരീക്ഷത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന് പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ, പാലക്കാടിൻ്റെ അടുത്ത് ഗുരു പറഞ്ഞു, കണ്ണൂരെടുത്ത് പറഞ്ഞത് ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഇവിടെ നിന്ന് അധികം കേൾക്കാനില്ല. മറ്റേത് ഒരു മാസത്തിൽ 1, 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണി തീർക്കലായിരുന്നു ഇവിടെ മനുഷ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം എന്താണെന്ന് ഗുരു പറഞ്ഞത്, ഇവിടെ പണ്ട് കാലങ്ങളിൽ ചെറിയ കാര്യങ്ങൾ പോലും തീർപ്പ് കൽപ്പിച്ചിരുന്ന അംഗം വെട്ടിയിട്ടാണ്. ചേകവന്മാരുടെ അംഗം വെട്ടി പോയിട്ടുള്ള കളരി ദൈവങ്ങളെ ആരാധിച്ചു വന്നൊരു കർമ്മഗതി ഈ ദേശത്ത് നിൽക്കണം. അതുകൊണ്ടാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രതിഷ്ഠ എവിടെ വെച്ചത്, കളരിയിൽ വെക്കണ പോലെ വെച്ചത്, കന്യാമൂലി. ഇത് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ വശത്തെ ആരെ കൊണ്ട് ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ? ഒരു ശിഷ്യൻ വന്ന് യാചിക്കണം. ഞാനൊരിക്കൽ ഗുരുവിനോട് ചോദിച്ച ചോദ്യമാണ്, എൻ്റെ സംശയമാണ്. അന്ന് ഇന്ത്യയിൽ 83 കോടി ജനങ്ങളെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരൊറ്റ ഗുരുപൂജ അങ്ങോട്ട് ചെയ്താൽ ഇന്ത്യ മുഴുവൻ രക്ഷപ്പെട്ടില്ലേ? 83 കോടി ജനങ്ങൾക്കുള്ള ഒരു ഒറ്റ ഗുരുപൂജ, എല്ലാവരും കൂടി പൈസ അടയ്ക്കുകയാണെങ്കിൽ കുറച്ച് പൈസയും കൂടി അടച്ചിട്ട്. ഗുരു ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദ്യം, എടാ പഠിക്കാത്തവനും പഠിച്ചവനും, ക്ലാസ്സിലിരുന്നവനും ക്ലാസ്സിൽ പോകാത്തവനും, പരീക്ഷ എഴുതിയവനും എഴുതാത്തവനും, സമരം ചെയ്തവനും ലഹളയുണ്ടാക്കിയവനും, ഇവനെ എല്ലാം നമുക്ക് പാസ്സാക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ അത് പറ്റില്ല. അപ്പം ആരാണോ അതിന് യോഗ്യതപ്പെടുന്നത് അവരെ മാത്രം നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റും. അത് ഈ ലോകത്തിൻ്റെ ഒരു ധർമ്മമാണ്. അതിനുവേണ്ടി ആര് യാചിക്കണം? ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വരണം. അങ്ങനെ ഓരോരുത്തർ വരുമ്പോഴാണ് അത് ശുദ്ധീകരിക്കാൻ പറ്റും. ഇപ്പോൾ ദാമോദരേട്ടൻ്റെ കൂടെ പോയാലാണ് സിദ്ധശ്രീധരൻ. ഗുരു അങ്ങോട്ടാ പറയണം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ വരും. ഇവിടെ അങ്ങനെ സംഭവിച്ചു, ചോദിച്ചു നോക്കൂ. ജനയുടെ വീട്ടിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ചാടി മറിഞ്ഞിട്ടാണ് ഗുരു അങ്ങോട്ട് പോയത്. കാരണം ആ സൂക്ഷ്മത്തിൽ നിൽക്കുന്ന ആ മഹത്ക്കളുടെ പ്രവർത്തനം കൊണ്ട് ഈ അന്തരീക്ഷത്തിൻ്റെ മലിനീകരണം ആർക്ക് കാണാം?
ഗുരുവിന് കാണാം. അത് നിങ്ങളുടെ വീട്ടിലും വന്ന് കയറി കളിക്കും. ആ വീട്ടിൽ ലഹള ഉണ്ടാക്കുന്നതും നമ്മുടെ സ്ട്രീറ്റിൽ വെള്ളമില്ലാതാക്കുന്നതും, ഇപ്പോൾ ആ കുട്ടി പറഞ്ഞതുപോലെ ഒരു ദേശത്ത് വെള്ളമില്ലാതാക്കുന്നതും ആ ജീവന്റെ ശേഷിത്വ കുറവാണെന്നാണ് ഗുരു പറയാം. ഒരു സ്ഥലത്ത് അന്നവസ്ത്രാദികൾക്ക് മുട്ടുവന്നാൽ അതിൻ്റെ കാരണം അവിടെ നിൽക്കുന്നവരുടെ ജീവന്റെ കുറവാണ്. അതിന് കാരണം ഇതുപോലെ മഹത്തുക്കൾ. അതാണ് ഒരിക്കൽ ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിൻ്റെ അമ്മയുടെ കർമ്മം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വലിയൊരു ഗതികേട് ആര് മാറ്റി? ഗുരു ശങ്കരാചാര്യരുടെ ആ ദുഃഖം തളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് ഒരാൾ പോലും മുകളിലേക്ക് ഉയരില്ല. എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോലും അതിൻ്റെ ടോപ്പിലേക്ക് ഒരാൾ വരില്ല. കേരളത്തിൽ നിന്ന് വരുമോ മനോജ് മാത്തൻ? ഇല്ല, ഇപ്പോഴാണ് വന്ന് ബേബി അല്ലേ? അതിന് മുമ്പൊന്നും വരില്ലായിരുന്നു. ഇന്ത്യയിൽ എത്തിയില്ല, കോൺഗ്രസ്സിൽ വരില്ലായിരുന്നു. ഈ കർമ്മം കഴിഞ്ഞ ശേഷം ഗുരുവിൻ്റെ അമ്മയുടെ ആ കർമ്മം കഴിഞ്ഞ ഗുരു ആ അന്തരീക്ഷത്തിന് ആ സൂക്ഷ്മഭാവത്തിൻ്റെ ആ ദുഃഖത്തിൻ്റെ കാര്യങ്ങൾ മാറിയപ്പോഴാണ് എന്ത് വന്നത്? KR നാരായണൻ വന്നു, ആന്റണി വന്നു അല്ലേ? പിന്നെ അങ്ങോട്ട് വയലാരവി, പിന്നെ അങ്ങോട്ട് സെൻട്രൽ മിനിസ്റ്ററിലേക്ക് ആൾ ഒഴുകുകയാണ്. അപ്പൊ ഇതുപോലത്തെ ഒരു ദേശത്തിന്റെ കർമ്മഗതി അഴിക്കണമെങ്കിൽ ആര് യാചിക്കണം? ശിഷ്യന്മാരവിടെ പോയി യാചിക്കണം. ആരോട്? ഗുരുവിനോട്. അതിൻ്റെ മഹിമയിലാണ് നമ്മൾ പോകുന്നത്. എവിടേക്ക്? തിരുവനന്തപുരത്ത്. അപ്പൊ നമ്മൾ പോണതിന് മുമ്പ് ആരവിടെ എത്തിയിട്ടുണ്ടാവും? നിങ്ങളത് മനസ്സിലാക്കണം. അതാണ് ഈ പലവരും വിളിച്ചു പറയും, അമ്മായിയുടെ അനിയൻ്റെ ഏട്ടൻ്റെ മകളുടെ കല്യാണം ഉറപ്പിക്കലാണ്, അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വരില്ല എന്ന്. പൊട്ടാന്ന് ഞാൻ വിളിക്കാറ്. പിന്നെ ആരെങ്കിലൊക്കെ മരിച്ചു പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ വിളിച്ചു പോകാൻ നിൽക്കണം? മിണ്ടാതിരുന്ന് ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നു. ചത്തവർക്ക് വേണ്ടി ചത്തവരുണ്ടെന്ന് യേശു പറഞ്ഞില്ലേ? അല്ലേ? ജീവനിൽ ശേഷിത്വമില്ലാത്ത കർമ്മഗതി പിടിച്ചവനെയാണ് യേശു ക്രിസ്തു എന്ത് പറഞ്ഞത്? ചത്തവനെന്ന്. ഞാൻ നിങ്ങളോട് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹകരണ മന്ത്രി സമർപ്പണ സമയത്ത് മാസങ്ങൾ ഓടി ഓടി ഉറക്കൊഴിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ സഹകരണ മന്ത്രി സമർപ്പണത്തിന് പോയി. ആ സമയത്ത് എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ മരിക്കുകയാണ്. ഏതോ ഒരു നല്ല എന്നോട് ദേഷ്യമുള്ള ആള് ശാന്തിഗിരിയുടെ ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ച്, എവിടെ വിളിച്ച്? തിരുവനന്തപുരത്ത് വിളിച്ച് പറഞ്ഞു, പാലക്കാട് നിന്ന് ദേവദാസനോട് പറയണം, കുമ്പ് എടുക്കരുത്, അത് എടുക്കരുത്, പൊലയാണ്, അമ്മാവ മരിച്ചു, മറ്റേതാണ്, മറച്ചാണ്, സഹകരണമന്ത്രിൻ്റെ അടുത്ത് പോരുത്, ഗുരുവിൻ്റെ അടുത്ത് പോരുത് കൊണ്ട് വിളിച്ചു പറഞ്ഞു. അത് അപ്പം തന്നെ നോട്ടീസ് അടിച്ച് എൻ്റെ അടുത്ത് ആൾ വന്ന് പറഞ്ഞു. എന്നെ ഒരാളെ മുടക്കാൻ എല്ലാവർക്കും ഭയങ്കര താല്പര്യം. അപ്പോൾ യജ്ഞശാലയിൽ ഞാൻ ഇറങ്ങി. കാരണം ആകെ ദുഃഖിതനാണ്. ഗുരു കയറണവിടെയും അതെല്ലാം കഴിഞ്ഞിടയിലൂടെ എനിക്ക് ഗുരുവിനെ കാണാൻ പറ്റി. സഹകരണത്തിലിരിക്കും. ഗുരു എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്താ ചോദിച്ചു. ആ ഒരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്. ഗുരു എൻ്റെ കൂടെ തിരിച്ചു ചോദിച്ചു, നിനക്ക് എന്നിൽ വിശ്വാസം ഉണ്ടടാ? ഉറപ്പാണ് പറഞ്ഞു. എടുക്കടാ കുമ്പം പറഞ്ഞു. പിന്നെ അവിടെ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ ഇങ്ങനെ ഉണ്ടാവരുത്. അതുകൊണ്ട് ആ ദിവസത്തെ പ്രാർത്ഥന, ഇപ്പം നമ്മൾ അവിടെ 19-ാം തീയതി 20-ാം തീയതി എന്നാണ് കണ്ണൂരിൽ 10, ഇവിടെ 20. ഈ 2 ദിവസങ്ങളിലും നമ്മളുടെ ഈ അന്തരീക്ഷത്തിൽ ഏതെല്ലാം രീതിയിൽ മഹത്തുക്കൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ആരാധനയിൽ സത്യമായി പോയിട്ടുള്ള ഏതെല്ലാം മഹത്തുക്കൾ ഇവിടെ ഈ അന്തരീക്ഷ തളം കെട്ടി നിൽക്കുന്നുണ്ടോ, അവർക്കെല്ലാം മോചനം കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാ? നമുക്കാണ്. നമ്മൾ പോയി യാചിക്കണം. ആരോട്? ഗുരുവിനോട്. ഇപ്പൊ ഇവിടെ തന്നെ കിടക്കുന്ന ഒരു 25 ഏക്കറുടെ കഥ പറയാറുണ്ടല്ലേ ഇതിന് ചുറ്റും? ഇവിടെ ഒരു അത് ആരെടുത്താലും അയാൾ പോവും. ആദ്യം എടുത്ത സ്വാമിയും പോയി, രണ്ടാമത്തെ സ്വാമിയും പോയി. ആ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ആ സൂക്ഷ്മഭാവം എന്താണെന്ന് അറിയാതെ നമ്മൾ പോയി തൊട്ടപ്പ് കൊടുക്കും. അത് ഗുരുവിന് മാത്രമേ അറിയൂ. പല സ്ഥലങ്ങളും അങ്ങനത്തെ. അതുകൊണ്ടാണ് ഡൽഹി ആശ്രമത്തിൻ്റെ കർമ്മം വന്നപ്പോൾ ശിശുവിധൻ വളരെ സൂക്ഷിച്ചു വേണം പോകാൻ. എന്താ കാരണം? അനേക യുദ്ധങ്ങൾ ചെയ്ത് നടന്ന് ശവങ്ങളാൽ ശ്മശാനമായ സ്ഥലമാണ് ഇത്. ഡൽഹി വ്രതം. എത്ര യുദ്ധം നടന്ന ആർക്കും അറിയാം. ഞങ്ങളും പോയി കുത്തമ്പനാർ കാണാൻ പോയപ്പോൾ അവിടെയൊക്കെ ഓരോരുത്തരുടെ പേരിൽ കാണുന്ന ഒരുപാട് ഇതാണ്. യുദ്ധത്തിൽ മരിച്ചവർ. അപ്പം ഇവരുടെയൊക്കെ ഈ ജീവൻ്റെ ഈ സൂക്ഷ്മഭാവം ഈ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഇവിടെ പലതര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഇവിടെ മാത്രമൊന്നുമല്ല, BJPയും കോൺഗ്രസും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവിടെയും ഉണ്ട്. അവരെന്താ അവിടെ നിന്ന് അടികൂടാത്ത? അവിടെയൊക്കെ ഒരു ഒറ്റക്കെട്ടായിട്ടാണ് പോകും. പക്ഷെ ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് അവരുടെ ആ ദേഷ്യം അല്ലെങ്കിൽ ആ പെട്ടെന്നുള്ള ഒരു പ്രശ്നം പുറത്തു വരുന്നു. ഇത് ഈ സൂക്ഷ്മത്തിൻ്റെ പ്രോബ്ലം. ഇതിവിടെ എല്ലാവർക്കും ഉണ്ട്, നമുക്കൊക്കെ ഉണ്ട്. അതിനെ ഒന്നിച്ചു പോയി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പോകുന്നതോടുകൂടെ നമ്മുടെ ആരാധനാമൂർത്തികളും നമ്മുടെ പ്രതിക്കളും ഈ പറയുന്ന മഹത്തുക്കളെല്ലാം നമുക്ക് മുമ്പ് എവിടെ എത്തും? പ്രാർത്ഥനാലയത്തിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അച്ഛൻ്റെ അനിയൻ്റെ മകളുടെ അച്ഛൻ്റെ പ്രസവിച്ചു. ആരാണ് 200-ാം പേജിൽ എത്തിയപ്പോൾ എത്തില്ല. ആ പേരും പറഞ്ഞ് നമ്മളെന്ത് ചെയ്യും? പിന്മാറും. ഇവരവിടെ കടന്നിട്ട് ഈ സൂക്ഷ്മത്തിൽ നിന്നിട്ട് എന്ത് ചെയ്യും? അവര് അവിടെ പ്രാർത്ഥനാലയത്തിൽ വേദനിക്കുന്നതാണ്. ഇത് ആർക്ക് കാണാം? അപ്പോഴാണ് ഗുരു ചോദിക്കുക, എടാ ഇന്നാള് വന്നില്ലേ പറയും ഗുരു. അപ്പൊ നമ്മൾ പറയും ഇങ്ങനെ അമ്മടെ ഇങ്ങനെ ഗുരു ഇരുന്നിച്ചിരിക്കുക. എടാ അതാ. അപ്പൊ സത്പ്രവാഹ സമയം പോലത്തെ ആൾക്കാർ പറഞ്ഞു തരും. കാരണം അവർ ഇന്നലെ മുതൽ ഇവിടെ കടന്ന് വേദനിക്കുക, ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പൊ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഒരു ദേശത്തിൻ്റെ മൊത്തം ആൾക്കാർ ഒന്നിച്ച് അവിടെ പോയി പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സൂക്ഷ്മഭാവത്തിൽ നിൽക്കുന്ന ഏതൊന്നുണ്ടോ അതിനെ ആർക്ക് മാറ്റാൻ പറ്റും? ഗുരുവിന് മാറ്റാൻ പറ്റും. നമ്മളറിയാത്ത. അപ്പോൾ നമുക്കറിയാം ഹരിപ്പാടിലെ ആ വീട്ടിൽ പോയ കാര്യം. അതാണ് ഇവിടുത്തെ ടീച്ചർ അല്ലേ? ഊർമിള ടീച്ചറിൻ്റെ കാര്യമൊക്കെ അതാണ്. അപ്പോൾ ആ വീട്ടിൽ നിൽക്കുന്ന ഒരു സന്യാസി ഗുരു അവിടെ പോയപ്പോൾ ഗുരുവിനെ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവരുടെ ഗോത്രത്തിൻ്റെ തലവനായി നിൽക്കുക. ഇതേപോലെ നമ്മുടെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നിൽക്കുന്ന ഇതുപോലത്തെ മഹത്തുക്കളുടെ ഒരു സൂക്ഷ്മഭാവം ഈ കണ്ണൂരിൻ്റെ ഉണ്ടാവും. അത് ആര്? വാഗ്ബടാനന്ദ സ്വാമി ആയിരിക്കാം. ചിലപ്പോൾ അതിനു മുമ്പ് നമ്മൾ കാണാത്ത എത്രയോ സന്യാസിമാരുണ്ടാവും. അവരുടെ ഈ സൂക്ഷ്മഭാവം എവിടെ പോയി നിൽക്കും? രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുകയാണ്. അല്ല, ഏറ്റവും ഉത്തമ ഉദാഹരണം സിദ്ധശ്രീധരേട്ടൻ. ഗുരു പറഞ്ഞത് അങ്ങോട്ടും പോകാൻ പറ്റില്ല അവർക്ക്, ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. കാരണം ഹഠയോഗം മണിക്കൂർ കണക്കിന് ചെയ്തു പോയ പൃഥുവിൻ്റെ കർമ്മഗതിയിൽ അതൊരു ഒരു കടുകമണി പോലത്തെ പ്രകാശമായി മാറിയിട്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഗതിയിൽ നിൽക്കുക. ഇത് വന്ന് ഈ കുടുംബത്തിൽ എന്ത് ചെയ്യുന്നു? ആസ്മ രോഗങ്ങളും വിളർച്ചയും ഉണ്ടാക്കുക. ഇത് മാറ്റാനാണ് ഗുരു പറയുന്നത്, ഞാൻ നിന്റെ വീട്ടിൽ വരുന്നു. അതാണിപ്പോൾ രാജേട്ടൻ പറഞ്ഞു. രാജേട്ടൻ തിരുവനന്തപുരത്ത് പോയി നിൽക്കുമ്പോൾ ഗുരു എവിടെ വരുന്നു? രാജേട്ടനെ കണ്ടിട്ടല്ല വരുന്നത്. ആരെ കണ്ടിട്ടാണ് വരുന്നത്? ആ സൂക്ഷ്മത്തിൽ നിൽക്കുന്ന, അതിശക്തമായി നിൽക്കുന്ന ഈ സൂക്ഷ്മഭാവങ്ങളെ കണ്ടിട്ടാണ് ഗുരു വരുന്നത്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം? ഈ 98 മുതൽ നമുക്ക് തന്നിട്ടുള്ള ഈ പ്രാർത്ഥന നമ്മൾ ശക്തമായി ചെയ്യണം. പോയിട്ട് എന്തിനാണ്? ഈ അന്തരീക്ഷത്തിൽ അതിന് മാറ്റം വരും. പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ ഗുരു പ്രാർത്ഥന തുടങ്ങാൻ പറഞ്ഞ വീടുകൾ, രാമോരേട്ടൻ വീട്ടിലാണ് എനിക്ക് അറിയില്ല, ചില വീടുകളിലൊക്കെ ചോദിച്ചിട്ട് ഗുരു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ എടാ ആ ചുറ്റുപാടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ പറ്റും, മാറ്റം വരുന്നു. പോത്തങ്കോടിൽ ഒന്നുമില്ലാത്ത കാലത്ത് ഗുരു പറഞ്ഞു, എടാ ഇത് വലിയൊരു ടൗണാവും, ചിറയൻകീഴ് വരും, കണ്ടോളാൻ പറഞ്ഞു. ഇന്ന് അതിൻ്റെ വികസനം നടന്നു തുടങ്ങിയിട്ട് നമ്മുടെ ഫസ്റ്റ് ഗേറ്റ് എന്ന് പറയുന്നത് ഗുരു പറഞ്ഞു എന്താണ്? ആ കൊട്ടാരത്തിനാണ് തുടങ്ങുന്നത്. അത്രയും വലുപ്പത്തിൽ വരാനുള്ള കാരണം ആ ദേശത്തിലെ പ്രാർത്ഥന ഉണ്ടെന്ന്. അതുകൊണ്ടാണ് അവിടെ പ്രയാഗ് എന്ന് പറയുന്ന ഒരു സന്യാസി എന്ന് പറഞ്ഞത്, ഇവിടെ ഒരു ബോംബിട്ട പൊട്ടില്ല, ഒരു അണു ഇവിടെ അനങ്ങില്ല. അത്രയും പ്രാർത്ഥന കൊണ്ട് തിങ്ങി നിൽക്കുന്ന ഒരു സത്യവിശേഷമായൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ കാലെടുത്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് വിഷമമുണ്ടോ അത് പുകഞ്ഞു പോകും. ഇവിടുന്ന് നമ്മൾ ഗുരുവിൻ്റെ അടുത്തേക്ക് പറയാനുള്ളൊരു 100 ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഗുരുവിൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാലോ എല്ലാം കഴിഞ്ഞു. ബാ 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 എന്ന് പറയാൻ തുടങ്ങും നമ്മൾ. ഗുരു ചോദിക്കും പറയടാ, ഒന്നുമില്ല ഗുരു, എല്ലാം സുഖം. അതുവരെ വേദന കൊണ്ട് എനിക്ക് 100 ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഒന്നും
എൻ്റെ അല്ല, അതിന് കാരണം ഗുരു പറയണത് ജീവൻ ശരീരത്തിനേക്കാൾ പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള അനേക കോടി മഹാത്മാക്കളുടെ മോചനം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആരിലാ കിടക്കണം? നമ്മളിലാണ് നിഷിദ്ധമായിരിക്കും. അവർ നിങ്ങളെ നോക്കി നിൽക്കണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് മനോജ് മാത്രം എന്നെ പോലത്തെ ആൾക്കാരൊക്കെ എന്താ പറയുക, ന്യായപ്രമാണം കൊണ്ട് ഞങ്ങൾ മാറിപ്പോകും. അവർ ശപിക്കുന്ന പറഞ്ഞു അവിടെ നിന്നുകൊണ്ട്. അങ്ങനെ എത്രയോ മഹത്തുക്കളെ കുറിച്ച് ഗുരു പറഞ്ഞു തന്നിട്ടുണ്ട്. ചില ആൾക്കാരുടെ വീട്ടിലേക്ക് ഗുരു പോകുമ്പോഴാണ് ഈ പറഞ്ഞ പോലത്തെ വലിയ വലിയ മഹത്തുക്കളെ കുറിച്ച് ഗുരു ചോദിച്ചത്. ഈ കണ്ടൂർ വന്നപ്പോഴും ചോദിച്ചിട്ടുണ്ട്, അവരോട് ചോദിച്ചറിയാം. അവർ ഈ അതിർത്തിയിൽ വന്ന് നിൽക്കുന്നവരാണ് ഗുരുവിനെ സ്വീകരിക്കുക. പാലക്കാട് അതിർത്തി എത്തിയപ്പോൾ തന്നെ ഗുരു കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ദേവീ ക്ഷേത്രങ്ങളുണ്ട്, ഇന്നൊക്കെ ഇല്ലേ? കാരണം ഇങ്ങനെയുള്ള മഹാത്മാവ് വരുന്നത് വളരെ അപൂർവമാണ്. ആ ഗുരുവിനെ കിട്ടിയ നമ്മൾ ഈ പ്രാർത്ഥന കൊണ്ട്, അതാണ് ഞാൻ ഒരു കാര്യം ഇപ്പം ഇന്ന് 3 കാര്യം പറയാ പറഞ്ഞാണ്. വ്യാഴാഴ്ച പ്രാർത്ഥന കാര്യവും ഒക്കെ ഞാൻ പറയാ പറഞ്ഞാണ്. അത് ഞാൻ ഈ മാസപ്രാർത്ഥന ഉണ്ടാവാനുള്ള കാരണവും അതിൻ്റെ മഹിമയും ആണ് ഞാൻ ഇന്ന് കുറച്ച് പറഞ്ഞിട്ട്, ബാക്കി കുറച്ച് ഞാൻ പിന്നെ പറയാം. പിന്നെ അവൻ ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം. ഗുരു പറഞ്ഞത് തന്നെയാണത്, വേറൊന്നുമില്ല. ഗുരുവിൻ്റെ ഗുരുവാണി തന്നെയുണ്ട്. ജീവൻ്റെ വാസനയാണ് അതിന് കാരണം. അനേക കോടി ജന്മത്തിലെ ജീവൻ്റെ വാസന ഇളകി വരുമ്പോൾ, പ്രാർത്ഥന കൊണ്ട് ഇളകി വരുമ്പോൾ എന്ത് സംഭവിക്കും? ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവനിൽ വരും. ഇപ്പം നമ്മൾ ശക്തിയായിട്ട് പ്രാർത്ഥിക്കുകയും കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മുടെ സമ്പത്തിൽ കുറച്ച് ഇടിവ് വരും. നമ്മോരോട് ചോദിച്ചറിയാം. നമ്മുടെ ഫാക്ടറിയിൽ സമരം വരും, ഇല്ലാത്തവൻ നമ്മളോട് ലേള ഉണ്ടാക്കും. എനിക്ക് അനുഭവം. അതേപോലെ നമ്മൾ ഈ പ്രാർത്ഥനാലയത്തിൽ കയറി കർമ്മം ചെയ്യുമ്പോൾ, ഞാനതാ മനോജ് മാത്രമേ പേടിപ്പിക്കാനല്ല പറഞ്ഞു, നമ്മൾ അതിൻ്റെയൊക്കെ കർമ്മം ചെയ്യുമ്പോൾ ഈ ജീവന്റെ വാസനപരമായ കർമ്മത്തിൽ ചില മാറ്റങ്ങൾ വരും. അതാണ് നമ്മുടെ ദുഃഖം. അല്ലാതെ ദുഃഖം വേറൊന്നുമില്ല. അത് ഗുരുവര അമൃത് പോലെ എടുക്കണം ഭക്തൻ. അതിനുശേഷം വരുന്ന സുഖങ്ങൾ, അതിനുശേഷം വരുന്ന ദുഃഖം, ഇത് രണ്ടും മാറി മാറി വരും. എന്നിട്ട് നിങ്ങളുടെ തലമുറയിൽ അത് സ്ഥായി ഭാവത്തിൽ വരും. ശ്രീകൃഷ്ണൻ വിഷമിച്ചതിൻ്റെ അത്രയും നിങ്ങൾ വിഷമിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കും. അദ്ദേഹത്തിന് മാതാപിതാക്കൾ വിഷമിച്ചതിൻ്റെ അത്ര നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ല. പക്ഷേ ജീവന്റെ അനേക കോടി ജന്മത്തിലുള്ള ആരാധനാദോഷം, ജീവൻ ചെയ്തിട്ടുള്ള തെറ്റായ കർമ്മം, ജീവൻ ഈ യുഗത്തിനനുസരിച്ച് അല്ലാതെ പോയിട്ടുള്ള എന്തെല്ലാം ആരാധന കർമ്മങ്ങളും തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം ഇളകും. ഇതനുസരിച്ച് നമുക്ക് ശാന്തിഗിരി ആശ്രമത്തിൽ പോയി നിൽക്കാനും പറ്റുള്ളൂ. ശാന്തിഗിരി ആശ്രമത്തിൽ കർമ്മം ചെയ്യാൻ പോയി നിങ്ങൾ നിന്ന് നോക്ക്. ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ വരും. നമ്മളെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഒരു പുല്ല് ചെത്താൻ പോയ ആളുടെ കഥ ഞാൻ കേട്ടിട്ടുണ്ട്. സഹകരണ മന്ത്രി നിൽക്കുന്ന സ്ഥലത്ത് പുല്ല് ചെത്തുന്ന സമയത്ത് അന്നത്തെ ജനറൽ സെക്രട്ടറി വിളിച്ചിട്ട് പോയില്ല എന്ന് പറഞ്ഞ് തൂക്കിയെടുത്ത് വെളിയിൽ കളഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവ് എന്തായിരുന്നു? എന്തെല്ലാം കേട്ടാലും ഞാൻ ഗുരുവിനെ വിടില്ലാണ്ട് വീണ്ടും ഗുരുവിനെ കയറി പിടിച്ചു. അപ്പം ഇത് നമ്മുടെ വീട്ടിലുണ്ടാവും. അങ്ങനത്തെ ഈ വിഷമങ്ങൾ വരുന്നതിൻ്റെ ഒരുപാട് കഥകൾ എനിക്ക് പറയാൻ പറ്റും. അതിൽ പങ്കജ് ഫാമിലി വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം അല്ലേ? സമയമില്ല, 2:45. പങ്കജ് ഫാമിലി ഉണ്ട്. അതുപോലത്തെ ഒരു 3-4 ഫാമിലികളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. ഞാനത് അടുത്ത ആഴ്ച, സമയം വളരെ വളരെ ലേറ്റ് ആയതുകൊണ്ട് വിശക്കുന്നവനോട് ഒരുപാട് ആത്മീയം പറഞ്ഞാൽ തലേ കയറില്ല എന്നാണ് പറയുന്നത്. ആ വേദം ഓതിയിട്ട് കാര്യമില്ല. കാരണം അവൻ്റെ ഏറ്റവും വലിയ വേദം ആഹാരമാണ്. ഇപ്പോൾ നല്ല ആഹാരം കഴിച്ചാലും മതി. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാസപ്രാർത്ഥന എന്ന് പറഞ്ഞത് 97 ഗുരു ഈ പറഞ്ഞ പോലെ യാത്ര ചെയ്ത ശേഷമാണ് നമ്മളത് തുടങ്ങിയത്. അതിന് ശേഷമാണ് ആ സങ്കല്പം പറഞ്ഞു കിട്ടിയത്. അതിന് ശേഷം മാത്രം അതിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ഗുരു എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ കയറും. വേറെ എവിടെയും പോയി നിങ്ങൾ കയറരുത്, ഹോട്ടലിൽ പോലും കയറരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ പോലത്തെ പൊട്ടന്മാർക്കൊക്കെ രാത്രി ഉറക്കൊഴിക്കണോണ്ട് രാത്രി തിരിച്ചു വരുമ്പോൾ വണ്ടിക്കാരനെ നമ്മൾ നോക്കണ്ടേ. ഞങ്ങളിങ്ങനെ ഓരോ ജെല്ലിയിൽ നിർത്തി ചായ കുടിക്കും. അപ്പോൾ ഗുരുവിനോട് പറഞ്ഞു, ഗുരു അല്ലാതെങ്കിൽ വണ്ടിക്കാരൻ ഉറങ്ങും പറഞ്ഞു, ആ സാലഡ് പ്രാർത്ഥിച്ച് കഴിച്ചോ.
അല്ല, വണ്ടിക്കാരൻ ഇങ്ങനെ നമ്മുടെ കൂടെ വരികയല്ലേ, അപ്പം അവൻ നമ്മൾ തലേദിവസം ഉറങ്ങിയിട്ടില്ല, വണ്ടിക്കാരനെ നോക്കണം. അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം. അവന് അവിടെ ശരിക്കും ഉറങ്ങിയിട്ട് അറിയില്ല, നമ്മൾ രാത്രിയാണ് വരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും പറഞ്ഞാൽ ഇങ്ങനെ കൊല്ലം എത്തിക്കഴിഞ്ഞാൽ അമൃത ക്യാഫ് ഉണ്ട്, ഒരു സ്ഥലമുണ്ട്, അവിടെ നിന്ന് ഒരു കാപ്പി കുടിക്കും. കൊല്ലം കഴിഞ്ഞ് നേരെ വണ്ടി ആലപ്പുഴ എത്തിയ അവിടുത്തെ KSCBയുടെ മുന്നിലൊരു കടയുണ്ട്, രാത്രി തുറന്നു വെക്കണം, അവിടെ നിന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്ന് എറണാകുളം എത്തിക്കഴിഞ്ഞാൽ HMT മുന്നിൽ നല്ലൊരു കോഫി ഷോപ്പുണ്ട്, HMT ഇതിലാണ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ചായ, പിന്നെ പാലക്കാട് എത്തി, പിന്നെ പ്രശ്നമില്ല, പിന്നെ ഉറക്കില്ലല്ലോ. പക്ഷേ ഗുരു പറയുന്നത് നിങ്ങൾ അവിടുന്ന് നേരെ വീട്ടിൽ പോയി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാർത്ഥിച്ചിത് ആ വീട്ടിൽ കൊടുക്കണം. ആ അന്തരീക്ഷത്തിന്, നിങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സകല മഹാത്മാക്കൾക്കും സൂക്ഷ്മഭാവത്തിന് മാറ്റം വരണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അല്ലാതെ നമ്മളെപ്പോലത്തെ ആൾക്കാർ പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ദിവസം പണ്ട് അതായിരുന്നു. കാരണം ഗുരു ആദ്യം വിളിക്കുക ആരെയാണ്? പ്രാർത്ഥനക്കാരെയായിരുന്നു ആദ്യം വിളിക്കുക. ഗുരുവിന് തീരെ വയ്യ, കിടക്കുകയാണെന്ന്, ആരെയും കാണില്ല വന്നിട്ട് അവിടെ മുറ്റത്തിരിക്കുന്ന നമ്മളെ ഗുരുനിശ്ചയ സമയോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന വിനായക സാറോ സീക്രട്ടായോ എന്ന് പറയും, നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വന്നവരെല്ലാവരും ആ സഹകരണ മന്ദിരത്തിൻ്റെ പണി നടക്കില്ല, അതിനിടയിൽ കൂടെ അവിടെ നിൽക്കാൻ പറയും. എന്നിട്ട് ആ കിടക്കുന്ന സ്ഥലത്ത് കൂടെ നമ്മളെ കൊണ്ടുപോയി ഗുരുവിനെ ഒന്ന് കാണിച്ചിറക്കും. ഒന്നും ചോദിക്കരുതെന്നൊക്കെ പറയും. നമ്മളുണ്ടാവും, പശു കറക്കണില്ല, പശു ചവിട്ടണോ, മറ്റേത് മറക്കണോ, മറ്റേ സ്ഥലം കൊടുക്കണോ, അനിയൻ്റെ അടുത്ത് ഇങ്ങോട്ട് വാങ്ങണോ, ഇതൊക്കെ നമുക്ക് ആത്മീയമായ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇങ്ങനത്തെ ചോദ്യമില്ല. കുട്ടിയെ ചേർത്തണോ, കുട്ടിയെ ഇങ്ങോട്ട് മാറ്റണോ, കുട്ടി പഠിക്കണോ, അത് വേണോ, ഇത് വേണോ, പുറമേ നിന്നുള്ള കല്യാണം കഴിക്കണോ, അതൊക്കെ ഗുരു ഇങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്കുള്ള. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആത്മീയമായ വലിയ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ. പക്ഷെ അവിടെ എല്ലാം ഗുരു പറയാറുണ്ട്, ഈ പ്രാർത്ഥന നിങ്ങൾ 10 ആരാധന കൂടിയിട്ട് ഇവിടുന്ന് പോയാൽ മതി പറയും. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ആഴ്ചയും കൂടി പറഞ്ഞിട്ട് നമുക്ക് അടുത്ത വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് കിടക്കാം കേട്ടോ. അതിൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണ് അധികം ഞാൻ നിങ്ങളെ നീട്ടിയിട്ട് കൊണ്ടുപോകുന്നില്ല. എൻ്റെ വാക്കുകൾ ഗുരുപാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേ ശരണം. രാഹുൽ അവിടെ ഉറങ്ങിയ